അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിന് സ്റ്റേ വന്നിരിക്കുകയാണ്. സിയാറ്റിലെ ഫെഡറൽ ജഡ്ജാണ് ഉത്തരവിട്ടിരിക്കുന്നത്. 14 ദിവസത്തേക്കാണ് സ്റ്റേ. റിപ്പബ്ലിക്കൻ മുൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ നിയമിച്ച സിയാറ്റിൽ ആസ്ഥാനമായുള്ള US ജില്ലാ ജഡ്ജി ജോൺ കഫനർ വാഷിംഗ്ടൺ, അരിസോണ, ഇല്ലിനോയിഡ്, ഓറിഗോൺ എന്നീ 4 ഡെമോക്രാറ്റിക് നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരമാണ് താൽക്കാലിക നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ട്രംപിന്റെ 2ാം ടേമിലുള്ള പദ്ധതികളുടെ പ്രധാന ഭാഗമായ കർശന കുടിയേറ്റ നയങ്ങൾക്കെതിരായ ആദ്യത്തെ നിയമപരമായ വെല്ലുവിളിയാണ് ഈ ഉത്തരവ്. ട്രംപിന്റെ ഉത്തരവ് നഗ്നമായ ഭരണഘടനാ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിയാറ്റിലെ ഫെഡറൽ കോടതിയുടെ ഇടപെടൽ. ട്രംപിന്റെ ഉത്തരവിനെതിരെ സിവിൽ റൈറ്റ്സ് സംഘടനകളും ഡെമോക്രാറ്റിക് ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളും കോടതിയെ സമീപിക്കുകയായിരുന്നു. 40 വർഷത്തിലേറെയായി ജഡ്ജിയായി സേവനമനുഷ്ഠിക്കുന്ന ജഡ്ജി കഫനൂർ ട്രംപിന്റെ ഉത്തരവ് ഭരണഘടനാപരമാണെന്ന് US നീതിന്യായ വകുപ്പിലെ ഒരു അഭിഭാഷകൻ വാദിക്കുന്നതിൽ ആശ്ചര്യം പ്രകടിപ്പിക്കുകയായിരുന്നു. കേസ് തനിക്ക് വളരെ വ്യക്തമായിരുന്നുവെന്നും ട്രംപിന്റെ ഉത്തരവ് അത്യന്തം ഭരണഘടനാ വിരുദ്ധമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയായിരുന്നു. 1981 പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ നിയമിച്ച 84-കാരനായ കഫനൂർ DOJ അഭിഭാഷകൻ ബ്രൈറ്റ് ഷൂമേറ്റ് വ്യക്തിപരമായി ഈ ഉത്തരവ് ഭരണഘടനാപരമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ട്രംപിന്റെ നടപടി നിയമപരമാണെന്നും അത് തടയുന്നത് തെറ്റാണെന്നും നീതിന്യായ വകുപ്പിലെ അഭിഭാഷകൻ ബ്രൈറ്റ് ഷൂമേറ്റ് വാദിച്ചു. എന്നാൽ ഷൂമേറ്റ് തന്റെ വാദം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ജഡ്ജ് കഫനൂർ നടപടി നിർത്തലാക്കുന്നതിനായി ഒരു താൽക്കാലിക നിരോധന ഉത്തരവിൽ പെട്ടെന്ന് തന്നെ ഒപ്പുവെക്കുകയായിരുന്നു. ട്രംപിന്റെ പുതിയ ഉത്തരവ് പ്രകാരം അമേരിക്കൻ പൗരന്മാരുടെയും നിയമാനുസൃതം സ്ഥിരതാമസ അനുമതി ലഭിച്ചവരുടെയും മക്കൾക്ക് മാത്രമേ പൗരത്വം ലഭിക്കുകയുള്ളൂ. ഉത്തരവ് ഫെബ്രുവരി 20-നാണ് പ്രാബല്യത്തിൽ വരാനിരുന്നത്. രാജ്യത്തേക്ക് നടക്കുന്ന അനധികൃത കുടിയേറ്റ വിരുദ്ധ നിലപാടുകളുടെ ഭാഗമായാണ് ട്രംപ് ജന്മാവകാശ പൗരത്വത്തിനെതിരെ നിലപാട് സ്വീകരിച്ചത്. ഇന്ത്യക്കാർ ഉൾപ്പെടെ അമേരിക്കയിലുള്ള വലിയൊരു വിഭാഗം വിദേശികളെ ആശങ്കയിലാക്കുന്നതായിരുന്നു ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്ന നടപടി. അതേസമയം കോടതിയുടെ ഉത്തരവിനെതിരെ അപ്പീൽ പോകുമെന്ന് ട്രംപ് പ്രതികരിച്ചിട്ടുണ്ട്. ട്രംപിന്റെ പുതിയ ഉത്തരവ് പ്രകാരം അമേരിക്കൻ പൗരന്മാരുടെയും നിയമാനുസൃതം സ്ഥിരതാമസ അനുമതി ലഭിച്ചവരുടെയും മക്കൾക്ക് മാത്രമേ പൗരത്വം ലഭിക്കുകയുള്ളൂ. ഈ ഉത്തരവ് 1 വർഷം 2.5 ലക്ഷത്തോളം കുട്ടികളെ ബാധിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. ട്രംപിന്റെ ഉത്തരവിനെതിരെ നിരവധി അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ നിയമ നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുമുണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം US-ലെ വിദേശ പൗരന്മാർക്കും US-ൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും നികുതി നിരക്കുകൾ ഇരട്ടിയാക്കുമെന്ന മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിട്ടുമുണ്ട്. അമേരിക്കൻ കമ്പനികൾ വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന നികുതി നേരിടുന്നുണ്ടെങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ്. അമേരിക്കയിലെ വിദേശ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് നികുതി ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. എന്നാൽ H-1B വിസയെ അനുകൂലിക്കുന്ന നിലപാടാണ് ട്രംപ് എടുത്തിരിക്കുന്നത്.